ടിക്കറ്റ് ടു ഫിനാലെ ഇന്നത്തെ ടാസ്ക് നമ്മളെ നെവിനാണ് വിജയിച്ചിരിക്കുന്നത്. നെവിന് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഷാനവാഫ് പങ്കെടുത്തില്ല, ഷാനവാഫ് ഹോസ്പിറ്റലാണ്. നൂറ 2ാം സ്ഥാനത്ത് എത്തി 7 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് എത്തിയത് അനീഷാണ്, അനീഷിന് 6 പോയിന്റ്. അങ്ങനെ ബാക്കി എല്ലാവരും ആര്യന് 5 പോയിന്റ് അങ്ങനെ പോയി. ഏതായാലും നൂറ നമ്മൾ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക. നൂറ ഒരു കാരണവശാലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഈ 1ഓ 2ഓ സ്ഥാനത്ത് നൂറ് പലപ്പോഴും എത്തുന്നു. അതുകൊണ്ട് പോയിന്റ് നിലവാരത്തിൽ നൂറെ ഇപ്പം കടത്തി വെട്ടാൻ ആർക്കും പറ്റാത്ത രീതിയിൽ ആര്യനാണ് 2ാമത് നിൽക്കുന്നത്. ആ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 3ാം സ്ഥാനമൊക്കെ എപ്പോഴും മാറി മാറി വരുന്നുണ്ട്. അനിമോള്, അനീഷ്, നെവിന്, അക്ബർ ഇതുവരെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ 1ഉം 2 സ്ഥാനങ്ങളിൽ യാതൊരുവിധ മാറ്റവും ഇല്ലാതെ മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏകദേശം ആര്യനേക്കാൾ പോയിന്റിന് കൂടുതൽ നൂറയ്ക്കാണ്. ഈ നമ്മൾ ആര്യൻ്റെ ഈ ടാസ്ക് കഴിക്കുമ്പോൾ ആര്യൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും നൂറ ഒരു കാരണവശാലും ഇങ്ങനൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. നൂറ ആകെപ്പാടെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോഴത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ 1ാം സ്ഥാനത്ത് ഇപ്പം നൂറ നിൽക്കുകയാണ്. നൂറ ടാസ്കിലൊരു പുലി തന്നെയാണ് കേട്ടോ. ഈ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, നമ്മൾ ചിലവരെ മനസ്സിലാക്കുന്നത് പോലെ അല്ല സംഭവങ്ങൾ. നൂറ ഈ ടാസ്കിലൊക്കെ പെൺപുലി എന്നൊക്കെ പറയുന്നില്ലേ, ആര്യനെയൊക്കെ കടത്തി കിട്ടുന്ന പ്രകടനമാണ് എല്ലാ ഗെയിമിലും ടാസ്കിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന ടാസ്കിലില്ല, ചില ടാസ്കിൽ ആര്യം പരാജയപ്പെടുന്നു. ഈ ടാസ്കിലും ആര്യം പരാജയപ്പെട്ടു. അപ്പോഴും നൂറ 2ാം സ്ഥാനത്ത് നിന്നു. നൂറയുടെ ഒരു ചക്രവ്യൂഹം എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അതിനകത്തിട്ട് ബോൾ കറക്കുക എന്നുള്ളതാണ്. അത് ഫുള്ളായിട്ട് കറങ്ങണം. കറങ്ങി വരുമ്പോഴത്തേന് ഈ ബോൾ പുറത്തു പോകാൻ പാടില്ല. ആരും തന്നെ അനുവും ആതിരയൊക്കെ ഔട്ടാകുന്നുണ്ട്. അവർക്ക് നിൽക്കാൻ പോലും പറ്റിയില്ല. പക്ഷേ നൂറ വളരെ വ്യക്തമായിട്ട് ഇത് കൈകാര്യം ചെയ്യും. അതുപോലെ നെവിൻ യാതൊരു രക്ഷയില്ല. നെവിൻ്റെ നിന്ന് ഒരു കാരണവശാലും പോകത്തില്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നൂറയുടെ കയ്യിൽ ആ ബോളൊന്ന് നിന്നുപോയി. പുറത്തു പോയില്ല, പക്ഷേ അത് കറക്കാൻ നിന്ന് അത് എന്താ പറയുക റൗണ്ടിനകത്ത് കിടന്നുപോയി. അപ്പോഴത്തേനും ബിഗ് ബോസ് പറഞ്ഞു ഔട്ടായി. അങ്ങനെ നൂറ ഈ ചക്രവ്യൂഹം റൗണ്ടിലും 2ാം സ്ഥാനം നേടി. അങ്ങനെ ടോട്ടൽ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആര്യനെ കടത്തി വെട്ടി നൂറ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ആര്യൻ തന്നെ ആയിരിക്കാം 2ാം സ്ഥാനത്ത്, അതോ നെവിനാണോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.